Hi all, welcome to Study with PSC 10th Prelims Previous Year Maths Questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2023 10th Prelims എക്സാം സ്റ്റേജ് 1ന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? സൊല്യൂഷൻ: 1 മുതൽ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n സ്ക്വയർ. അപ്പൊ ഇവിടെ 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n ഈസ് ഈക്വൽ ടു 21. അപ്പൊ തുക, ഒറ്റ സംഖ്യകളുടെ തുക ഈസ് ഈക്വൽ ടു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 21 സ്ക്വയർ. 21 സ്ക്വയർ 441. ആൻസർ ഓപ്ഷൻ ബി. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇവിടെ 21 സ്ക്വയർ 441. അടുത്ത ക്വസ്റ്റ്യൻ, 1000ന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാകും? സൊല്യൂഷൻ: 1000ന്റെ വർഗം, 1000ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 1000. അപ്പൊ ഇത് ഈക്വൽ ടു 10 ലക്ഷം. അപ്പൊ ഇവിടെ 6 പൂജ്യം ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി, 6 പൂജ്യം. ഇത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. സ്ക്വയർ റൂട്ടിലുള്ള പൂജ്യങ്ങളുടെ ഇരട്ടിയായിരിക്കും സ്ക്വയറിലുള്ള പൂജ്യങ്ങളുടെ എണ്ണം. സ്ക്വയറിലുള്ള പൂജ്യങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയായിരിക്കും സ്ക്വയർ റൂട്ടിൽ വരുന്നത്. അപ്പൊ ഇവിടെ 1000ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1000ത്തിലുള്ള പൂജ്യങ്ങളുടെ ഇരട്ടി പൂജ്യമായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ 1000ത്തിൽ 3 പൂജ്യങ്ങളുണ്ട്. അപ്പൊ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഇരട്ടി പൂജ്യം, 3ന്റെ ഇരട്ടി 6 പൂജ്യമായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ 10 ലക്ഷത്തിന്റെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ 10 ലക്ഷത്തിൽ 6 പൂജ്യം ഉണ്ട്. അപ്പം സ്ക്വയർ റൂട്ട് ആകുമ്പോൾ പൂജ്യങ്ങളുടെ എണ്ണം പകുതിയാവും. അപ്പം 3 പൂജ്യം വരും. 10 ലക്ഷത്തിന്റെ സ്ക്വയർ റൂട്ട് 1000 വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 90 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 സെക്കൻഡിൽ എത്ര ദൂരം ഓടും? സൊല്യൂഷൻ: സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ. ഇതിന്റെ അർത്ഥം സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ 1 മണിക്കൂറിൽ വാഹനം സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കിയായിരിക്കും സ്പീഡ് കണ്ടുപിടിക്കുന്നത്. സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ 1 സെക്കൻഡിൽ വാഹനം സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കിയായിരിക്കും സ്പീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ സ്പീഡ് ഈസ് ഈക്വൽ ടു 90 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഈ വാഹനം 1 മണിക്കൂർ കൊണ്ട് 90 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. അപ്പൊ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയാൽ 1 സെക്കൻഡിൽ വാഹനം സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു 90 ഇൻറ്റു 5/18, 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ 25 മീറ്റർ വാഹനം ഓടും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, 25 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? സൊല്യൂഷൻ: തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതിന്റെ ലസാഗു ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതിന്റെ ലസാഗു കണ്ടുപിടിച്ചാൽ മതി. 6, 8, 10. ഇതിന്റെ ലസാഗു കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ലസാഗു LCM ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. 2, 3, 6, 6, 4, 24, 24, 5, 120. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 120 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3:4:5 6:8 ഡാഷ്
വിട്ടുപോയ സംഖ്യ ഏത്? സൊല്യൂഷൻ ഇതെങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം. 3:4:5 6:8 ഡാഷ്. അപ്പൊ ഇവിടെ 3 × 2 6, 4 × 2 8. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തതോ 5 ആവുമ്പം 5 × 2 10 വരും. ആൻസർ ഓപ്ഷൻ സി 10. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ ലസാഗു 300-ഉം ഉസാഖ 10-ഉം ആണ്. അവയിൽ ഒരു സംഖ്യ 60 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏതാണ്? സൊല്യൂഷൻ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഈസ് ഈക്വൽ ടു ലസാഗു ഇൻറ്റു ഉസാഖയാണ്. അപ്പൊ രണ്ട് സംഖ്യകൾ n1 ഉം n2 ആയിട്ട് എടുത്താൽ n1 × n2 ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. അപ്പൊ ഇവിടെ ലസാഗു LCM 300, ഉസാഹ HCF 10, ഒരു സംഖ്യ n1 ഈസ് ഈക്വൽ ടു 60, n2 എത്രയെന്ന് കണ്ടുപിടിക്കണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n1 60 × n2 ഈസ് ഈക്വൽ ടു 300 × 10. Therefore, n2 is equal to 300 × 10 divided by 60. n2 is equal to 50. 50 ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 1/8 + 1/9 is equal to 1/x ആയാൽ എക്സിന്റെ വില എന്ത്? സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യുക, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ 1/8 + 1/9. അപ്പൊ ഇതിന്റെ ലസാഗു കണ്ടുപിടിക്കാം. 8 × 9 72. 72 ഡിനോമിനേറ്ററിൽ വരും. ന്യൂമറേറ്ററിൽ ലസാഗുവിനെ ഛേദം കൊണ്ട് ഹരിച്ചിട്ട് അംശം കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ 72/8 9. 9 × 1 9. 72/9 8. 8 × 1 8 ഈസ് ഈക്വൽ ടു 1/x. അപ്പൊ ഇത് 9 വെട്ടും 17/72 ഈസ് ഈക്വൽ ടു 1/x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് 17 × x ഈസ് ഈക്വൽ ടു 72 × 1. അപ്പൊ 17x ഈസ് ഈക്വൽ ടു 72. Therefore, x ഈസ് ഈക്വൽ ടു 72/17. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, √x + √64 ഈസ് ഈക്വൽ ടു 9.1 ആയാൽ എക്സിന്റെ വില എന്ത്? സൊല്യൂഷൻ അപ്പൊ ഇത് സോൾവ് ചെയ്യാം. √x + √64 എന്ന് വെച്ചാൽ 8 ഈസ് ഈക്വൽ ടു 9.1. √x ഈസ് ഈക്വൽ ടു 9.1 - 8. 9.1 - 8 1.1. √x ഈസ് ഈക്വൽ ടു 1.1 ആണ്. എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. √x-നെ സ്ക്വയർ ചെയ്യുക. അപ്പൊ LHS എന്ത് ചെയ്താലും RHS ചെയ്യണം. അപ്പൊ 1.1-നെ സ്ക്വയർ ചെയ്യുക. അപ്പൊ √x² ഈസ് ഈക്വൽ ടു 1.1 സ്ക്വയർ. √x² x ഈസ് ഈക്വൽ ടു 1.1 സ്ക്വയർ. 11-ന്റെ സ്ക്വയർ 121 ആണ്. അപ്പൊ 1.1 സ്ക്വയർ ആകുമ്പോൾ 1.21. ആൻസർ x ഈസ് ഈക്വൽ ടു 1.21, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 10:102 20:20 സൊല്യൂഷൻ 10:102. അതായത് 10² + 2. 10² എന്ന് പറഞ്ഞാൽ 100. 100 + 2 102. അപ്പൊ ഇത് 20 ആണ്. അപ്പൊ 20² + 2 ആയിരിക്കും ഇവിടെ വരുന്നത്. 20² 400. 400 + 2
402 ആണ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 1.25 ഇൻറ്റു 1.25 മൈനസ് 2 ഇൻറ്റു 1.25 ഇൻറ്റു 0.25 പ്ലസ് 0.25 ഇൻറ്റു 0.25 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് വന്നിട്ടുള്ളത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിലാണ്. അതായത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എ സ്ക്വയർ എന്ന് വെച്ചാൽ 1.25 ഇൻറ്റു 1.25. അപ്പൊ ഈ എ ഈസ് ഈക്വൽ ടു 1.25. 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ വരുന്നത് 1.25ഉം ബി വരുന്നത് 0.25. ഇവിടെ ബി സ്ക്വയർ അതായത് 0.25 ഇൻറ്റു 0.25. അപ്പൊ ഇവിടുത്തെ ബി 0.25. അപ്പം എ മൈനസ് ബി ഇത് ഹോൾ സ്ക്വയർ 1.25 മൈനസ് 0.25 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.25 മൈനസ് 0.25 1. 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്ര? സൊല്യൂഷൻ. വിറ്റ വിലയും ലാഭശതമാനവും തന്നാൽ വാങ്ങിയ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ്. വിറ്റ വില സെല്ലിംഗ് പ്രൈസ് 720 രൂപ, ലാഭശതമാനം 20%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 720 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 100 പ്ലസ് 20 120. 600 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 30 പേരുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം ആണ്. കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റിയപ്പോൾ ശരാശരി ഭാരം 60.5 കിലോഗ്രാം ആയി എങ്കിൽ മാറിയ ആളുടെ ഭാരം എത്രയാണ്? സൊല്യൂഷൻ. 30 പേരുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം. ഒരാളെ മാറ്റി, അപ്പൊ 30 മൈനസ് 1 29 പേരായി. 29 പേരുടെ ശരാശരി ഭാരം 60.5 കിലോഗ്രാം. മാറിയ ആളുടെ ഭാരം കണ്ടുപിടിക്കണം. മാറിയ ആളുടെ ഭാരം ഈ ടോട്ടൽ വെയിറ്റിന്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ഇത് ഇവിടെ T1 കണ്ടുപിടിക്കുക, ഇവിടെ T2 കണ്ടുപിടിക്കുക. ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും മാറിയ ആളുടെ ഭാരം. T1 മൈനസ് T2. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ടോട്ടൽ T ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത് നമ്പർ, ഇത് ആവറേജ്. അപ്പൊ ടോട്ടൽ T1 30 ഇൻറ്റു 60 മൈനസ് T2 29 ഇൻറ്റു 60.5. 30 ഇൻറ്റു 60 1800 മൈനസ് 29 ഇൻറ്റു 60.5. 2 5 14 14 ശിഷ്ടം 1 6 9 54 1 55 ശിഷ്ടം 5 6 2 12 5 17. അപ്പൊ ഇത് 29 ഇൻറ്റു 60.5 1754.5. 1800 മൈനസ് 1754.5 45.5 കിലോഗ്രാം. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 16 മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്ന് 80 സെന്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? സൊല്യൂഷൻ. 16 മീറ്റർ നീളമുള്ള ചരടിൽ നിന്ന് 80 സെന്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? അതായത്
മീറ്ററിലും സെന്റിമീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ 16 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റുക, എന്നിട്ട് 80 കൊണ്ട് ഹരിക്കുക. അപ്പൊ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 16 മീറ്റർ ആവുമ്പോൾ 16 ഇൻറ്റു 100 സെന്റിമീറ്റർ ആയിരിക്കും. 16 ഇൻറ്റു 100 1600 സെന്റിമീറ്റർ. അപ്പൊ 1600 സെന്റിമീറ്റർ നീളമുള്ള ചരടിൽ നിന്ന് 80 സെന്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങൾ മുറിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ 1600 ഡിവൈഡ് ബൈ 80, 20 കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1ഉം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2ഉം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3ഉം 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4ഉം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? സൊല്യൂഷൻ, തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആ സംഖ്യകളുടെ ലസാഗുവായിരിക്കും. അപ്പൊ ഇവിടെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1ഉം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2ഉം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3ഉം 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4ഉം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഈ ഹരിക്കുന്ന സംഖ്യയുടെ ശിഷ്ടത്തിന്റെയും ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഹരിക്കുന്ന സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ഈ ഡിഫറൻസ് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ ഇവിടെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, ഹരിക്കുന്ന സംഖ്യ 2, ശിഷ്ടം 1, ഇതിന്റെ വ്യത്യാസം 1. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2, 3 ആണ് ഹരിക്കുന്ന സംഖ്യ, ശിഷ്ടം 2, 3 മൈനസ് 2 1. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3, 4 ആണ് ഹരിക്കുന്ന സംഖ്യ, ശിഷ്ടം 3 ആണ്, 4 മൈനസ് 3 1. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4, 5 ആണ് ഹരിക്കുന്ന സംഖ്യ, ശിഷ്ടം 4 ആണ്, 5 മൈനസ് 4 1. അപ്പൊ ഈ ഡിഫറൻസ് ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ സെയിം ആയിരിക്കും. അപ്പൊ ഈ ഹരിക്കുന്ന സംഖ്യകളുടെ ലസാഗു എടുക്കുക, അതായത് 2 3 4 5. LCM ഓഫ് 2 3 4 5. 2 3 4 5. 2 കൊണ്ട് 2 1 2 3 2 2 4 5. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് 2 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5. 2 3 6, 6 2 12, 12 ഇൻറ്റു 5 60. 60 ആണ് ലസാഗു. ലസാഗുവിൽ നിന്ന് ഈ ഡിഫറൻസ് കുറയ്ക്കുക, അതായിരിക്കും ചെറിയ സംഖ്യ. അപ്പൊ 60 മൈനസ് 1 59 ആണ് ചെറിയ സംഖ്യ. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ 6500 രൂപയ്ക്ക് വാങ്ങിയ ഫോൺ 5980 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്രയാണ്? സൊല്യൂഷൻ, നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലോസ് പെർസെൻറ്റേജ് നഷ്ടശതമാനം ഈസ് ഈക്വൽ ടു വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് മൈനസ് വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പൊ ഇവിടെ ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു CP മൈനസ് SP ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 6500 രൂപ, വിറ്റ വില സെല്ലിംഗ് പ്രൈസ് 5980 രൂപ. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നഷ്ടശതമാനം ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 6500 മൈനസ് 5980 ഡിവൈഡഡ് ബൈ 6500 ഇൻറ്റു 100. അപ്പൊ ഇത് 6500 മൈനസ് 5980 520 ഡിവൈഡഡ് ബൈ 6500 ഇൻറ്റു 100. അപ്പൊ ഇത് 13 കൊണ്ട് വെട്ടാം, 13 5 65, 13 4 52, അപ്പൊ 40. 40 ബൈ 5 8% നഷ്ടം. ആൻസർ ഓപ്ഷൻ ബി, 8%. ഇനി ഇത് ഓർത്തു വയ്ക്കാൻ ഒരു ക്ലൂ കൂടെ പറഞ്ഞുതരാം. നഷ്ടശതമാനം ആകുമ്പോൾ വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂ കുറച്ച് വലിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 1 1 2 3 5 8 ഡാഷ് 21 വിട്ടുപോയ സംഖ്യ ഏത്? സൊല്യൂഷൻ, 1 1 2, 1 2 3, 2 3 5, 3 5 8. അപ്പൊ ഇത് വന്നിട്ടുള്ളത്
അടുത്തടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടി നെക്സ്റ്റ് നമ്പർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 5 + 8 13 ആൻസർ ഓപ്ഷൻ എ. ഇനി ഇതൊന്ന് നോക്കാം. 21 വന്നിരിക്കുന്നത് 8 + 13 21 അപ്പൊ ഇതിന്റെ പാറ്റേൺ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടി നെക്സ്റ്റ് നമ്പർ വരുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാർഗോ എന്നത് 3861 എന്നും കിങ് എന്നത് 4752 എന്നും കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഗോയിങ് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ. ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക, അതുപോലെ ഗോയിങ്ങിനെ മാറ്റുക. അപ്പൊ ഇവിടെ ഈ രണ്ട് വേർഡ്സിലും ജിയുടെ നേരെ വന്നിരിക്കുന്നത് 2 അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ തന്നിരിക്കുന്ന വേർഡ്സിലെ ലെറ്റേഴ്സിന് നേരെ എഴുതിയിരിക്കുന്ന നമ്പർ അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ M 3 വരും, A 8 ആയിരിക്കും, R 6, G 2, O 1, K 4, I 7, N 5, G 2. അപ്പൊ ഇവിടെ ഗോയിങ്ങിലാവുമ്പം G 2, O റെപ്രസെന്റ് ചെയ്യുന്നത് 1, I റെപ്രസെന്റ് ചെയ്യുന്നത് 7, N 5, G 2, 2 1 7 5 7 5 2. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനം യാത്രയിലെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 km/മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്രയാണ്? സൊല്യൂഷൻ. ദൂരം സെയിം ആണെങ്കിൽ ശരാശരി വേഗം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് എക്സും വൈയുമായിട്ട് എടുത്താൽ ആവറേജ് സ്പീഡ് ശരാശരി വേഗം ഈസ് ഈക്വൽ ടു 2xy ഡിവൈഡഡ് ബൈ x + y. ഇവിടെ സ്പീഡ് എക്സ് 30 km/h, സ്പീഡ് y 20 km/h. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആവറേജ് സ്പീഡ് s ഈസ് ഈക്വൽ ടു 2 × 30 × 20 ഡിവൈഡഡ് ബൈ 30 + 20 50. 24 km/h. ആൻസർ ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. ഇളയ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ട് എങ്കിൽ 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛന്റെ പ്രായം എത്രയാണ്? സൊല്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛന്റെ പ്രായം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. അച്ഛന് 34 വയസ്സ്, മൂത്ത മകൻ അപ്പം ജനിച്ചു, എൽഡർ സണ്ണ്. അപ്പൊ എൽഡർ സണ്ണിന് 0 വയസ്സ്. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. എൽഡർ സണ്ണിന് മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു, യങ്ങർ സൺ. അപ്പൊ യങ്ങർ സണ്ണിന് 0 വയസ്സാണ്. ഇളയ മകന് ഇപ്പോൾ 13 വയസ്സുണ്ട്. ഇപ്പൊ ഈ യങ്ങർ സണ്ണിന് 13 വയസ്സുണ്ട് എങ്കിൽ 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛന്റെ പ്രായം. അപ്പൊ അച്ഛന് 34 വയസ്സുള്ളപ്പം മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. അപ്പം ഇളയ മകൻ ജനിച്ചത് അച്ഛന് 34 8 42 വയസ്സുള്ളപ്പോഴാണ്. 34 + 8 42 വയസ്സുള്ളപ്പോഴാണ് ഇളയ മകൻ ജനിച്ചത്. ഇളയ മകൻ ഇപ്പൊ 13 വയസ്സുണ്ട്. അപ്പൊ അച്ഛന് 13 വയസ്സും കൂടെ കൂടി. 42 + 13 55 വയസ്സാണ് അച്ഛൻ ഇപ്പോൾ ഉള്ളത്. അപ്പൊ 10 വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സ് 55 + 10 65 വയസ്സായിരിക്കും. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.